മീനൊന്നുമില്ലല്ലോ, ഇന്നെന്തായാലും ഉച്ചക്കലത്തേക്കിന് നമുക്ക് തീയലാക്കാമെന്ന് പറഞ്ഞ് തേങ്ങ വറുക്കാൻ നിന്നപ്പോഴാണ് വാപ്പച്ചി ഒരു നെമ്മീനും കൊണ്ട് വന്നത്. അത്യാവശ്യം നെങ്ങ ഉള്ളുന്നുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് നെങ്ങ ഉള്ളുന്നുണ്ടായിരുന്നു. എങ്കിലും അതിങ്ങനെ വെട്ടാനായിട്ട് നമ്മുടെ ഹെൽപ്പർ ചേച്ചിയുടെ ഇലേക്ക് വെച്ചാൽ കഴിഞ്ഞ ദിവസം കുറച്ച് ചെമ്പരത്തിപ്പൂ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കുറച്ച് ക്യാരറ്റും ഒക്കെ ആണെങ്കിൽ ഷുഗർ സിറപ്പാക്കി വെള്ളം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഞാനൊരു മാങ്ങ തിന്നാൻ പോയിട്ട് വന്ന ഇടവേള കൊണ്ട് എനിക്ക് ചേച്ചി മീൻ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പത്തേക്ക് ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചു. അതിലേക്ക് ഞാൻ എണ്ണ ചൂടായപ്പോഴത്തേക്കിനും ഉലുവ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറുമുളകും ഒരു 4 നമ്മുടെ പുളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഞാൻ ഈ കറിയിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പണ്ടത്തെ എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാലേ മീൻകറിക്ക് തക്കാളിയും പുളിയും ഒന്നിച്ചിട്ടാലേ ടേസ്റ്റ് വരത്തുള്ളെന്ന്. വെറുതെ ആണെന്ന് ഞാനൊരിക്കൽ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അത് നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് ഞാൻ ഈ അരപ്പ് വെള്ളം അധികം ചേർക്കാതെ അരച്ചെടുത്താണ് കേട്ടോ. അരച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ആ ഒരു എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ തേങ്ങ അരച്ച അരപ്പാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെമ്മീൻ അങ്ങോട്ട് എന്തുടയാൻ നിൽക്കേണ്ട, നെമ്മീൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോകും. എനിക്ക് ഈ കറിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.